ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്ത് ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോൾ. ആദ്യമായിട്ട് നമുക്കതിലേക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നതും വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചുമ്മാതെ ഫ്രൈങ് പാനിലിട്ട് ഇളക്കിയാൽ മതി. അത് നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് കടല ഇട്ട് കൊടുക്കുക. അതിൻ്റെ കടലയുടെ കവറിങ്ങൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉള്ള കടലയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഏതാണ് അളവ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബദാം വറുക്കുക. ബദാം ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്, 2 കപ്പാണ് എടുത്തേക്കുന്നത്. ബാക്കിയൊക്കെ എല്ലാം ഓരോ കപ്പും 3/4 കപ്പും ഒക്കെ എടുത്തിരുന്നത്. പക്ഷേ ബദാം ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വറുത്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഏകദേശം അത് വറുത്ത് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ കളറൊക്കെ മാറി അതൊരു പൊട്ടുന്ന പരുവാകുമ്പോൾ മാറ്റി എടുത്ത് നമുക്ക് പിസ്ത, അത് 1 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് പിസ്ത. ബദാമും പിസ്തയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ഇച്ചിരി നേരം വേണം. ഇതാണെങ്കിൽ ഇച്ചിരി ഏറെ സമയമെടുക്കും. അത് നന്നായിട്ട് വറുത്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ വളരെ ഗുണമുള്ള സാധനമാണ് ഈ ഫ്ലാക്സ് സീഡൊക്കെ. ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. കുറച്ച് നേരം ആകുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. കടുക് പൊട്ടുന്ന പോലെ പൊട്ടുന്നത് കാണാൻ പറ്റും. അത് വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ കറുത്ത എള്ളാണ് എടുക്കുന്നത്. കറുത്ത എള്ള് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. അതും വളരെ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നന്നായിട്ട് വറുത്ത് കിട്ടും. അതിനുശേഷം നമുക്ക് വെളുത്ത എള്ള് ചേർക്കാം. വെളുത്ത എള്ള് നമ്മൾ വറുക്കുക. അന്നേരം അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നത് കാണാൻ പറ്റും. ആ സമയമാകുമ്പോൾ അതും നമുക്കെടുത്ത് മാറ്റാം. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് എള്ളുകളൊക്കെ വേഗം വറുത്ത് കിട്ടും. പിന്നെ ഇതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വേണം ഇതിനകത്ത് ആഡ് ചെയ്യാൻ. ഈത്തപ്പഴം ഒന്ന് ചൂടാക്കി എടുക്കാൻ നന്നായിരിക്കും. അഥവാ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കുറച്ചുകൂടെ ചൂടാക്കുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിക്കാൻ നേരം അത് നല്ല സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ നന്നായിരിക്കും. വളരെ സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് പൊടിയേണ്ട കാര്യമില്ല, ചെറിയ തരിതരിപ്പായിട്ട് കിടന്നാലും നല്ലതാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ പൊടിക്കുക. ഈ ഈത്തപ്പഴവും എല്ലാം ഒരുമിച്ചിട്ട് പൊടി. പക്ഷേ ഞാൻ പൊടിച്ചപ്പോൾ ഇച്ചിരി പൊടിഞ്ഞു പോയി, അതുകൊണ്ട് വലിയ തരിതരിപ്പായിട്ടില്ല. കുറച്ചുകൂടെ ഇത്ര പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കത് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്.